ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീഗൽ ഡയസ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ കോൺട്രാക്റ്റ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ ഒരു ടോപ്പിക്കാണ്. നമ്മളിപ്പോൾ ഇത് ഫസ്റ്റ് ക്ലാസ്സാണ് സ്പെഷ്യൽ കോൺട്രാക്ട്സിൻ്റെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രത്യേകതരം കോൺട്രാക്റ്റുകളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി, ഗ്യാരണ്ടി, പിന്നെ അതുപോലെ ഏജൻസി, സെയിൽ ഓഫ് ഗുഡ്സ്, പാർട്ട്ണർഷിപ്പ്, ഇങ്ങനെയുള്ള കുറേ ടേംസും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കൺസെപ്റ്റ്സുമാണ് നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്നുള്ളൊരു കാര്യം നോക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആദ്യമേ ബേസിക്കായിട്ട് കോൺട്രാക്റ്റ് പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്ന കാര്യമാണ്. കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഈസ് ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ അറ്റ് ലോ. അതായത് നിയമപ്രകാരം നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന, എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു എഗ്രിമെൻറ്റിനെയാണ് കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നതും ഈ കോൺട്രാക്റ്റുകളുടെ തന്നെ ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റിൽ വരുന്നതാണ്. അപ്പോൾ കോൺട്രാക്റ്റ് ആക്ട് 1872 എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് വന്നിട്ടുണ്ട്. അതായത് മെയിനായിട്ടും ഈ കോൺട്രാക്റ്റുകളെ പറ്റിയിട്ടുള്ള, ഇന്ത്യയിൽ കോൺട്രാക്റ്റുകളെ പറ്റിയിട്ടുള്ള നിയമങ്ങൾ പറയുന്ന ആക്റ്റാണ് കോൺട്രാക്റ്റ് ആക്ട് 1872 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സെക്ഷൻ 124, 125 ഈ രണ്ട് സെക്ഷൻസിലാണ് ഈ ഒരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയെ പറ്റി പറയുന്നത്. അപ്പോൾ എന്താണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന ഡെഫിനിഷൻ അറിയണം. ഇപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് കോൺട്രാക്റ്റ് എന്താണെന്നും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സെക്ഷൻസ് 124ഉം 125ഉം ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയുടെ ഡെഫിനിഷൻ പറയുന്നത് is a contract by which one person promises to the other that he will compensate any loss resulting to the promisee by the act or omission of the promiser himself or of any other person. എന്ന് പറഞ്ഞാൽ എന്താണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്? ആദ്യം തന്നെ പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ആണ്, അത് നമുക്കറിയാമല്ലോ. അപ്പോൾ അവിടെ രണ്ട് പേഴ്സൺ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ എ എന്നും ബി എന്നും കൺസിഡർ ചെയ്യാം. അപ്പോൾ എ എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രോമിസറും ബി എന്ന് പറയുന്നത് അവിടുത്തെ പ്രോമിസിയാണ്. അപ്പോൾ എ ഇവിടെ ബിക്ക് വാക്ക് കൊടുക്കുകയാണ്. ആ ഒരാളുടെ പ്രോമിസറിൻ്റെ ആക്റ്റോ ഒമിഷൻ കാരണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരാളുടെ ആക്റ്റോ ഒമിഷൻ കാരണം, അതായത് പ്രോമിസറായിട്ട് ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ആക്റ്റോ ഒമിഷൻ കാരണമോ പ്രോമിസിക്ക് എന്തെങ്കിലും ഒരു നഷ്ടമുണ്ടായി കഴിഞ്ഞാൽ അത് കോമ്പൻസേറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അത് നികത്തിക്കോളാം, ആ നഷ്ടം നികത്തിക്കോളാം എന്ന് എ ബിക്ക് വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിനെയാണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് വിളിക്കുന്നത്. സോ ആ ഡെഫിനിഷൻ ഓർക്കുക. ഇസ് എ കോൺട്രാക്ട് ബൈ വിച്ച് വൺ പേഴ്സൺ പ്രോമിസസ് ടു ദ അതർ. ഒരാൾ മറ്റൊരാൾക്ക് വാക്ക് കൊടുക്കുന്നു. എന്താണ്? ദറ്റ് ഹീ വിൽ കോമ്പൻസേറ്റ് എനി ലോസ് റിസൾട്ടിങ് ടു ദ പ്രോമിസി. പ്രോമിസിക്ക് ഉണ്ടാകുന്ന ഏതൊരു നഷ്ടത്തിനെയും ഒരു ലോസിനെയും കോമ്പൻസേറ്റ് ചെയ്തോളാം. പിന്നെ പറയുന്നത് എന്താണ്? ആ നഷ്ടം എങ്ങനെ ഉണ്ടാകുന്നു? ബൈ ദ ആക്ട് ഓർ ഒമിഷൻ. ആക്ടോ ഒമിഷൻ കാരണം. അപ്പം അത് ഒരു ആക്ട് ചെയ്യുന്നതിലൂടെ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതെ ഇരിക്കുന്നതിലൂടെയും നഷ്ടം ഉണ്ടാകാം. അപ്പോൾ ആരുടെ ആക്ടും ഒമിഷൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്? ഓഫ് ദ പ്രോമിസർ ഹിംസെൽഫ് ഓർ ഓഫ് എനി അതർ പേഴ്സൺ. പ്രോമിസറിൻ്റെ തന്നെ ആകാം, അല്ലെങ്കിൽ മറ്റൊരാളുടെയും ആകാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കോൺട്രാക്റ്റിൻ്റെ, ഒരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈസ് ടു പ്രൊട്ടക്റ്റ് ദ പ്രോമിസി എഗെയിൻസ്റ്റ് ദ ആൻറ്റിസിപ്പേറ്റഡ് ലോസ്. ആ പ്രോമിസിക്ക് പിന്നെ ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾക്ക്, ഇനി വരാൻ പോകുന്ന നഷ്ടങ്ങളിൽ നിന്നും അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് കോമ്പൻസേഷൻ കറക്റ്റിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ഒരാളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് എന്തുള്ളത്, ഈ ഒരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ഉള്ളത്. ഇനി നമുക്ക് സെക്ഷൻസ് നോക്കാം. സെക്ഷൻ 124 പറയുന്നൊരു കാര്യം, ഇന്ത്യൻ കോൺട്രാക്റ്റ് ഈ ഒരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളിപ്പോൾ പറഞ്ഞ അതേ സെയിം ഡെഫിനിഷൻ തന്നെയാണ്. എ കോൺട്രാക്ട് ബൈ വിച്ച് വൺ പാർട്ടി പ്രോമിസസ് ടു സേവ് ദ അതർ ഫ്രം ദ ലോസ് കോസ്ഡ് ടു ഹിം ബൈ ദ കണ്ടക്ട് ഓഫ് ദ പ്രോമിസർ ഹിംസെൽഫ് ഓർ ബൈ ദ കണ്ടക്ട് ഓഫ് എനി അതർ പേഴ്സൺ. അപ്പോൾ അവിടെ എന്താണ് പറയുന്നത്? ഒരു കോൺട്രാക്റ്റാണ്, ഒരു പാർട്ടി മറ്റൊരാൾക്ക് പ്രോമിസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്ത്? ടു സേവ് ദ അതർ. മറ്റൊരാളെ സേവ് ചെയ്തു കൊള്ളാം, രക്ഷിച്ചോളാം. എന്തിൽ നിന്നും? അയാളുടെ കണ്ടക്റ്റ് കൊണ്ട്, പ്രോമിസറിൻ്റെ തന്നെ കണ്ടക്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കണ്ടക്റ്റ് കൊണ്ടോ ഉണ്ടാകുന്ന നഷ്ടത്തിൽ നിന്നും ആ ഒരാളെ പ്രോമിസിയെ സേവ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരാൾ പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നതിനെ, ആ ഒരു കോൺട്രാക്റ്റിനെയാണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി. ഇപ്പോൾ കൺസെപ്റ്റ് അത്രേ തന്നെ ഉള്ളൂ. ഡെഫിനിഷനിൽ ഒരു ചെറിയ മാറ്റം വരുന്നത് മാത്രമേ ഉള്ളൂ. സെക്ഷൻ 124 പ്രോപ്പർ ഡെഫിനിഷൻ ഇതാണ്. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ
ആരാണോ ഇത് ഇൻഡംനിഫൈ ചെയ്തോളാം എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലോസ്, ആ നഷ്ടം ഞാൻ നികത്തിക്കോളാം എന്ന് പറയുന്ന ഒരാളെയാണ് നമ്മൾ ഇൻഡംനിഫയർ അല്ലെങ്കിൽ പ്രോമിസർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രോമിസർ എന്നുള്ള കാര്യം നമുക്ക് ആദ്യമേ മനസ്സിലായി, പ്രോമിസ് കൊടുക്കുന്ന ആളാണ് പ്രോമിസർ. മറ്റൊരു പേരെന്താണ്? ഇൻഡംനിഫയർ എന്ന് പറയും. ദ പേഴ്സൺ ഹു അണ്ടർടേക്സ് ടു ഇൻഡംനിഫൈ ചെയ്യാം എന്ന് പറയുന്ന ആളാണ് അവിടുത്തെ ഇൻഡംനിഫയർ. ആൻഡ് ആരുടെ നഷ്ടമാണോ അവിടെ നികത്തേണ്ടത് ആ ഒരാളെ നമ്മൾ ഇൻഡംനിഫൈഡ് അല്ലെങ്കിൽ പ്രോമിസി എന്ന് വിളിക്കും. ദ പേഴ്സൺ ഹൂസ് ലോസ് ഈസ് ടു ബി മെയ്ഡ് ഗുഡ് ഈസ് കോൾഡ് ഇൻഡംനിഫൈഡ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റിക്കകത്ത് കോൺട്രാക്റ്റിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾസ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരും. അപ്പോൾ ഒരു വാലിഡ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി എന്താണ് ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ വാലിഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കണ്ടീഷൻസ് അവിടെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അപ്പോൾ 1-2 കണ്ടീഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് എന്ന് പറയുന്നത് പാർട്ടീസ് എന്ന് പറയുന്നത് ആ ഒരു കോൺട്രാക്റ്റിലേക്കുള്ള പാർട്ടീസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം, അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കണം. അപ്പോൾ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റിക്കകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡംനിഫയർ, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു പ്രോമിസർ എന്ന് പറയുന്ന ആൾക്ക് മെജോറിറ്റി അറ്റൈൻ ചെയ്തിരിക്കണം, അതായത് 18 വയസ്സിന് മുകളിലും ഉണ്ടായിരിക്കണം, സൗണ്ട് മൈൻഡും ആയിരിക്കണം, ബുദ്ധിക്ക് സ്ഥിരതയുള്ള ആളും ആയിരിക്കണം. ഇൻഡംനിഫൈഡ് എന്ന് പറയുന്നത് മൈനർ ആകാം, ലുനാറ്റിക് ആകാം, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം എന്താണ്, ഈ 2 പേരുടെയും 2 കണ്ടീഷൻസാണ്. അതായത് ഇപ്പോൾ പാർട്ടീസ് നോർമലി കോമ്പീറ്റൻ്റ് ആകണമെന്ന് നമ്മൾ ഒരു കോൺട്രാക്റ്റിൻ്റെ കേസിൽ പറയുന്നുണ്ട്. അപ്പോൾ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റിയുടെ കാര്യം വരുമ്പോൾ പറയുന്നതാണ് ഇൻഡംനിഫയർ അല്ലെങ്കിൽ ആ ഒരു പ്രോമിസർ എന്ന് പറയുന്ന ആൾക്ക് 18 വയസ്സും മെജോറിറ്റി അറ്റൈൻ ചെയ്യണം, സൗണ്ട് മൈൻഡും ആയിരിക്കണം. ഇൻഡംനിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, മൈനറും ലുനാറ്റിക് ആവുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടീസിൻ്റെ ഫ്രീ കൺസെൻറ്റ് അവിടെ ഉണ്ടായിരിക്കണം. അപ്പം അവർ ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് പ്രത്യേകിച്ച് വേറെ ഫോഴ്സ് വഴിയോ അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒന്നും വഴി ആവരുത് അവരെ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ സമ്മതിപ്പിക്കുന്നത്. അവർ നോർമലി അവരുടെ ഫ്രീ കൺസെൻറ്റോട് കൂടി തന്നെ ആയിരിക്കണം അവരത് ചെയ്തിരിക്കേണ്ടത്. ദെൻ മൂന്നാമത് നോക്കിക്കഴിഞ്ഞാൽ കോൺട്രാക്ട് ഷുഡ് ബി ഫോർ എ ലോഫുൾ കൺസിഡറേഷൻ ആൻഡ് ഫോർ എ ലോഫുൾ ഒബ്ജക്റ്റ്. അപ്പോൾ എന്താ നമ്മൾ കോൺട്രാക്റ്റ് പഠിക്കുമ്പോൾ പറയുന്ന കാര്യമാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് സംതിങ് ഇൻ റിട്ടേൺ, അതായത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതനുസരിച്ച് തിരിച്ച് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടും. അത് മണി തന്നെ ആകണം എന്നില്ല, സർവീസോ എന്തെങ്കിലും കൺസിഡറേഷൻ ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ലോഫുൾ ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലോഫുൾ ആയിട്ടുള്ളതായിരിക്കണം, നിയമപരമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിരിക്കണം ആ ഒരു കോൺട്രാക്റ്റിൻ്റെ പിന്നിൽ ഉണ്ടാവേണ്ടത്. അടുത്ത 4-ാമത്തേതാണ് കോൺട്രാക്ട് ഷുഡ് നോട്ട് ബി എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ടു ബി വോയിഡ് ബൈ എനി ലോ ഇൻ ഫോഴ്സ്. ഇപ്പം പ്രാബല്യത്തിലുള്ള ഒരു നിയമം കാരണം കൊണ്ടും അതിനെ ആ ഒരു കോൺട്രാക്റ്റിനെ വോയിഡ് എന്ന് ഡിക്ലെയർ ചെയ്യാത്ത ടൈപ്പ് കോൺട്രാക്റ്റ് ആയിരിക്കണം. ചിലപ്പം മറ്റേതെങ്കിലും നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വോയിഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് പാടില്ല. ദെൻ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി എന്ന് പറയുന്നത് എക്സ്പ്രസ്സും ആകാം, ഇംപ്ലൈഡും ആകാം. അപ്പം ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ആ ഒരു പെർട്ടിക്കുലർ കേസിൻ്റെ സർക്കംസ്റ്റൻസസിൽ നിന്നായിരിക്കും നമുക്ക് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ അതിന് നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സ് കുറച്ച് ഗുഡ്സ് ഒരു കാരിയർ വഴി ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് അയച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പം ഇതിൻ്റെ ഈ ഒരു ഗുഡ്സിൻ്റെ ഒറിജിനൽ റെസിപ്റ്റ് ഉണ്ടായിരുന്നു, അതങ്ങ് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എക്സ് ഓൾറെഡി പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കാരിയറിന് എന്തെങ്കിലും ലോസ് ഈ ഒരു ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നതായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ, ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാമെന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതെന്താണ്, ഒരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റിക്ക് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ എക്സും വൈയും, അപ്പോൾ നമുക്കൊരു എക്സ്പ്രസ് ആയിട്ട് അവിടെ ഒരു കോൺട്രാക്റ്റ് അവിടെ ഉണ്ട്. ഇനി അതല്ലാതെ എക്സും വൈയും ഒരു ഷോപ്പിലേക്ക് കയറി. അപ്പോൾ വൈ അവിടെ ഷോപ്പിൻ്റെ ഓണറോട് പറയുവാണ് എക്സിന് വേണ്ട ഗുഡ്സൊക്കെ ഒന്ന് സപ്ലൈ ചെയ്തിരിക്കണം, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം എന്നുള്ള കാര്യം പറയുവാണ്. അപ്പോൾ അവിടെയും അതെന്താണ്, ഒരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു കേസ് നോക്കാറുണ്ട്, മാംഗെ ലത റാം വേഴ്സസ് ഗന്ധാമൽ എന്ന് പറഞ്ഞിട്ടൊരു കേസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ലാൻഡിൻ്റെ സെല്ലർ ആ ബയറോട് പ്രോമിസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും പ്രോമിസാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഒരു ലാൻഡ് സെല്ല് ചെയ്യുന്ന ആൾ അത് വിൽക്കുന്ന ആൾ വാങ്ങുന്ന ആൾക്കാണ് പ്രോമിസ് കൊടുക്കുന്നത്. എന്താണ്, ഈ ഒരു ലാൻഡിൻ്റെ ടൈറ്റിലൊക്കെ എല്ലാ ഓണർഷിപ്പും അങ്ങനെയുള്ള എല്ലാം ആ ഒരാൾക്ക്
കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റീവായിട്ട് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള കോമ്പൻസേഷൻ ആ ഒരു വാങ്ങുന്ന ആൾക്ക്, ആ ബയറിന് നൽകാമെന്ന് സെല്ലർ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോടതി എന്ത് പറഞ്ഞു? ഇങ്ങനെ കൊടുക്കുന്നൊരു പ്രോമിസ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ വരുന്നതാണ് എന്നാണ് ആ ഒരു മാംഗെ ലത റാം വേഴ്സസ് ഗന്ധാമൽ എന്ന് പറയുന്ന കേസിൻ്റെ അകത്ത് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് എം ശ്യാം സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മൈസൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു എംപ്ലോയി ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു മാസ്റ്റർ, ആ ഒരു എംപ്ലോയി അയാളുടെ മാസ്റ്ററിൻ്റെ അടുത്ത് ഒരു പെർട്ടിക്കുലർ പീരീഡിലത്തേക്ക് വർക്ക് ചെയ്തോളാം, മാസ്റ്ററിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ആണെന്നാണ് ഇവിടെ കോടതി പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ എംപ്ലോയർ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, അതായത് ആ ഒരു മാസ്റ്റർ എംപ്ലോയിയെ ഒരു ഫോറിൻ കൺട്രിയിലേക്ക് അയക്കുകയാണ് ഒരു സ്കോളർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ എംപ്ലോയി ഈ ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു പെർട്ടിക്കുലർ പീരീഡ് വരെ ഈ ഒരു എംപ്ലോയറിനെ സെർവ് ചെയ്തോളാം, ഇനി എന്തെങ്കിലും ഫെയിലിയർ വരുവാണെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയറിനെ കോമ്പൻസേറ്റ് ചെയ്തോളാം എന്നും ആ ഒരു ബോണ്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഈ ഒരു എംപ്ലോയി കൊടുത്തിരുന്ന ആ ഒരു പ്രോമിസ് എന്താണ്? കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ആണെന്നാണ് കോടതി ഇവിടെ ഹെൽഡ് ചെയ്തൊരു കാര്യം. അപ്പോൾ ഇത്രയാണ് നമുക്കിതിനകത്ത് ബേസിക്കായിട്ട് കുറച്ച് പറയാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് കോൺട്രാക്റ്റ്, അതുപോലെ തന്നെ സെക്ഷൻസ് പറഞ്ഞു 124ഉം 125ഉം. അതിൽ 124ൻ്റെ അകത്താണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയുടെ ഡെഫിനിഷൻ പറയുന്നത്. ദെൻ ഇൻഡെംനിഫയർ ആരാണ്, ഇൻഡെംനിഫൈഡ് എന്ന് പറയുമ്പോൾ ആരാണ്, പിന്നെ ഇതിൻ്റെ വാലിഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യവും, പിന്നെ അതിൻ്റെ എക്സാമ്പിൾസും 2 കേസ് ലോസും ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൽ തന്നെ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് റൈറ്റ് ഓഫ് ദ ഇൻഡെംനിഫൈഡ് എന്ന് പറയുന്നത്. അത് സെക്ഷൻ 125 പറയുന്ന കാര്യമാണ്. ഇൻഡെംനിറ്റി ഹോൾഡർ, അതാണ് നമ്മൾ ആ ഇൻഡെംനിഫൈഡ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പ്രോമിസി എന്ന് നമ്മൾ വിളിക്കുന്ന ഒരാൾ. അപ്പോൾ പ്രോമിസിയെ തന്നെ പറയുന്ന പേരുകൾ എന്തൊക്കെയാണ്? ഇൻഡെംനിഫൈഡ് എന്ന് വിളിക്കാം, ഇൻഡെംനിറ്റി ഹോൾഡർ എന്നും വിളിക്കാം. അപ്പോൾ ആ ഒരു ഇൻഡെംനിറ്റി ഹോൾഡർക്ക് ആ ഒരു പ്രോമിസറിനെതിരെ അല്ലെങ്കിൽ ഇൻഡെംനിഫയർക്കെതിരെ എന്തൊക്കെ റൈറ്റുകളുണ്ട് എന്നുള്ളതാണ് 125 എന്ന് പറയുന്നത്, കോൺട്രാക്റ്റ് ആക്ടിൻ്റെ തന്നെ 125 എന്ന് പറയുന്ന സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു ഒരു കോൺട്രാക്റ്റ് ഉണ്ടല്ലോ, ആ ഒരു കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ നമുക്കിപ്പോൾ എ എന്നും ബി എന്നും തന്നെ എക്സാമ്പിൾ വെച്ച് പറയാം. എ ആണ് ഇവിടുത്തെ ഇൻഡെംനിഫയർ എന്ന് പറയുന്നത്, അതായത് പ്രോമിസർ എന്ന് പറയുന്നത്. ബി ആണ് അവിടുത്തെ ഇൻഡെംനിറ്റി ഹോൾഡർ അല്ലെങ്കിൽ ഇൻഡെംനിഫൈഡ്. അപ്പോൾ ഈ ഒരു ബിക്ക് ഈ ഒരു ഇൻഡെംനിറ്റി കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഒരു തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടായ ഡാമേജുകൾ, അതായത് നഷ്ടങ്ങൾക്ക് എന്തെങ്കിലും പേ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഒരു തേർഡ് പാർട്ടിക്കാണ് ആര് പേ ചെയ്തത്? ആ ഒരു ബി പേ ചെയ്തത്. അപ്പം അങ്ങനെ അതുവഴി ഉണ്ടായിട്ടുള്ള എല്ലാ ഡാമേജസും ഇവിടെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് ആ ഒരു ബിക്ക് പറ്റും. അതാണ് ഫസ്റ്റ് പറയുന്ന കാര്യം. അപ്പോൾ ഹി ക്യാൻ റിക്കവർ ഓൾ ഡാമേജസ് ഹി മേ ഹാവ് ടു പേ ടു ദ തേർഡ് പാർട്ടി ഇൻ റെസ്പെക്ട് ഓഫ് ദ മാറ്റർ ഫോർ വിച്ച് ദ ഇൻഡെംനിറ്റി ഹാസ് ബീൻ ഗിവൺ. രണ്ടാമത്തതാണ് ഇവിടെ ഈ ഒരാളെ വേറെ എന്ത് കാര്യത്തിന് എൻ്റെ ആയിട്ടില്ലാന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇതേപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിക്ക് ആ ഒരു പേ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സ്യൂട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്യൂട്ടിൻ്റെ എല്ലാ ചിലവുകളും ഇയാളാണ് നോക്കിയത്, ഈ ബി തന്നെയാണ് നോക്കിയത്. അപ്പോൾ ആ കോസ്റ്റുകളെല്ലാം തിരിച്ച് കിട്ടാനായിട്ട്, റിക്കവർ ചെയ്തെടുക്കാനായിട്ടും ആ ഒരു ഇൻഡെംനിഫൈഡ് എന്ന് പറയുന്നത് അവിടെ എൻറ്റൈറ്റിൽഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്യൂട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പേ ചെയ്യുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട സ്യൂട്ടിലുള്ള എല്ലാ കോസ്റ്റുകളും റിക്കവർ ചെയ്തെടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരു റൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് അവിടെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡെംനിഫയർ, അതായത് ആ ഒരു പ്രോമിസർ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ എയുടെ അതോറിറ്റിയിലാണ് ഈ ഒരു ബി ആക്ട് ചെയ്തത്. എയുടെ അണ്ടറിൽ, അപ്പോൾ എംപ്ലോയി എന്നുള്ള റിലേഷൻഷിപ്പിൽ ആ ഒരു എംപ്ലോയറിൻ്റെ അണ്ടറിലാണ് അയാൾ വർക്ക് ചെയ്തത്, ആക്ട് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്, ഇൻഡെംനിഫയറിൻ്റെ അതോറിറ്റിയുടെ അണ്ടറിലാണ് ഇൻഡെംനിഫൈഡ് അവിടെ വർക്ക് ചെയ്തിരുന്നത്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എയുടെ, അതായത് ഇൻഡെംനിഫയറിൻ്റെ ഓർഡേഴ്സിന് എതിരായിട്ട് വിപരീതമായിട്ട് ബി ഒന്നും ആക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് എന്താണ്, എയുടെ അതോറിറ്റിയുടെ അണ്ടറിൽ ആക്ട് ചെയ്തു. രണ്ട്, എയുടെ അതോറിറ്റിക്ക് പുറമേ അല്ലെങ്കിൽ ആ ഒരു ഓർഡറിന് കോൺട്രവെൻഷനായിട്ടൊന്നും ചെയ്തിട്ടുമില്ല.
3 പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഒരാളുടെ ഇപ്പം സ്വന്തം ഒരു കാര്യമായിട്ട്, അതായത് സ്വന്തമായിട്ടൊരു കാര്യം വരുന്ന സമയത്ത്, ഇതിപ്പം എ എന്ന് പറയുന്ന ആൾ ബിക്ക് പ്രോമിസ് കൊടുത്തതായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ലേ, അതല്ലാതെ ഇപ്പോൾ ബിയുടെ തന്നെ ഓൺ മാറ്റർ വരുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണോ ഒരു നോർമലി ഒരാൾ ചിന്തിച്ച് ഒരു കാര്യം ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്, അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ആക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലും എന്താണ്, ഇയാൾക്ക് ആ ഒരു കോസ്റ്റൊക്കെ എൻഡായിട്ട് കിട്ടാൻ വേണ്ടി എൻഡായിട്ടില്ല, അല്ലാതെ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ 3 കണ്ടീഷൻസാണ് അവിടെ ആ ഒരു സ്യൂട്ടിൻ്റെ കോസ്റ്റുകൾ റിക്കവർ ചെയ്തെടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ബിക്ക് റൈറ്റ് കിട്ടുന്ന കാര്യം. കണ്ടീഷൻസ് ഇത്രയാണ്. ഇനി 3 എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇതുപോലെ തന്നെ ഒരു സ്യൂട്ട് കോംപ്രമൈസ് ചെയ്യുന്നതിന് അയാൾ എത്ര തുക ചിലവാക്കിയിട്ടുണ്ടോ അത്രയും തുക തിരിച്ചു കിട്ടാനായിട്ടും ഇവിടെ ഇൻഡെംനിഫൈഡ് എന്ന് പറയുന്ന ആ ഒരു ബി അവിടെ എൻറ്റൈറ്റിൽഡ് ആണ്. അവിടെയും കണ്ടീഷൻസ് പറയുന്നുണ്ട്. 3 കാര്യമാണ്, അതിലേതെങ്കിലും വന്നാൽ മതി. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെംനിഫയറിൻ്റെ ഡയറക്ഷൻസിൻ്റെ അണ്ടറിലാണ് ആക്ട് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതും പറയുന്നത്. 2 പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെംനിഫയറിൻ്റെ ഓർഡറിന് കോൺട്രവെൻഷൻ ആകാതെ ഒരു ഓർഡിനറി പ്രൂഡൻറ്റ് മാൻ അയാളുടെ സ്വന്തം കേസിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇയാളിവിടെ ആക്ട് ചെയ്തിരിക്കുന്നത്, നല്ല ഉദ്ദേശത്തിലാണ് ആക്ട് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിലും സമ്മ് റിക്കവർ ചെയ്തെടുക്കാം. ദെൻ 3 പറഞ്ഞു കഴിഞ്ഞാൽ പ്രോമിസർ അയാളോട് പറഞ്ഞായിരുന്നു ഈ സ്യൂട്ട് കോംപ്രമൈസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കോംപ്രമൈസ് എന്ന് ഈ ആരാണ്, ഇൻഡെംനിഫയർ തന്നെ ഇൻഡെംനിഫൈഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ അത് കോംപ്രമൈസ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ തുകയും ഇവിടെ കിട്ടാനായിട്ട് ബി എൻറ്റൈറ്റിൽഡ് ആണ്. സോ ഇത്രയാണ് റൈറ്റ് ഓഫ് ദ ഇൻഡെംനിഫൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എന്താണ്, തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്ന എല്ലാ പേ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത്രയും ഡാമേജസും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. 2 ഒരു സ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കോസ്റ്റ് വരുന്നു അത് റിക്കവർ ചെയ്തെടുക്കാൻ. 3 അതേ സ്യൂട്ട് തന്നെ കോംപ്രമൈസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പം ആ സ്യൂട്ടിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ 2ലും കണ്ടീഷൻസ് പറയുന്നത്. 2ലെയും കണ്ടീഷൻ ഏകദേശം സിമിലർ ആണ്. പിന്നെ കോംപ്രമൈസിൻ്റെ കാര്യം വരുമ്പോൾ ആ ഒരു പ്രോമിസർ അവിടെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ഓതറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടെ നമ്മളവിടെ പറയുന്നുണ്ട്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിക്കകത്ത് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ടോപ്പിക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.